നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് വീഡിയോ. എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷൻ എഴുതാൻ പോവാണെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഒരു OMR ഷീറ്റ് ആയിരിക്കും തരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 16 പേജസ് ആണ് ആ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരിക. ആ ബുക്ക്ലെറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ബുക്ക്ലെറ്റിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഉണ്ടാവില്ലേ? അതുപോലെ OMR ഷീറ്റാ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. അതായത് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ബുക്ക്ലെറ്റ് ഇല്ലേ, ആ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് പേജ് ഒരു പ്രിന്റർ പോലെ ഒരു റീഡർ ഉണ്ട്. അതിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ, എഴുതുന്ന എക്സാമിനേഷൻ, അതുപോലെ നിങ്ങളുടെ MCQന്റെ മാർക്ക്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ ഒരാളിരുന്ന് മാനുവലി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും അതിനകത്ത് വരും. അതാണ് OMR ഷീറ്റ്. ടൈം പെട്ടെന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ OMR ഷീറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. നിങ്ങളുടെ എക്സാമിന്റെ ആദ്യത്തെ 30 മാർക്ക്, അതായത് നിങ്ങളുടെ MCQ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ 30 മാർക്ക് ആ OMR ഷീറ്റിലാണ് ഫിൽ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എഴുതുന്നത്. അതാണ് മാനുവലി ഒരാൾ വാല്യൂ ചെയ്യുക. മറ്റത് ഒറ്റ സെക്കൻഡിൽ തന്നെ ഈ പറയുന്ന ഫുൾ ഡീറ്റെയിൽസ്, ആരാണ് എക്സാം എഴുതുന്നത്, റോൾ നമ്പർ, സബ്ജക്ട് ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും അതുപോലെ ഈ 30 മാർക്കിന്റെ കൺഫർമേഷനും അപ്പം തന്നെ കിട്ടിക്കോളും. അപ്പോൾ അതെങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ എക്സാം സീരീസിന്റെ 3ാമത്തെ വീഡിയോ. ഒന്നാമത്തത് എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഇൻസ്ട്രക്ഷൻസ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഒരു 20 മിനിറ്റ് ആ വീഡിയോ ഉണ്ട്. നിങ്ങളൊരു 2x സ്പീഡിൽ കണ്ടാൽ മതി. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ കണ്ടുവെക്കുക. മൂന്നാമത്തെ വീഡിയോ ആണിത്. എങ്ങനെയാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു OMR ഷീറ്റിൽ ഫിൽ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ്. ശരി, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു അഡ്മിറ്റ് കാർഡിന്റെ സാമ്പിൾ ആണ്. താഴെ വന്ന് ഇവിടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ഇതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ആൻസർ ഷീറ്റ് ഉണ്ട്. ശരി, ഞാൻ നമ്മുടെ വർക്ക് സ്പേസിൽ ഈ ഒരു സാധനം ഓണാക്കി കാണിച്ചു തന്നിട്ട് എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കാര്യം കൂടി പറയട്ടെ, എക്സാമിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. വളരെ എഫക്റ്റീവ്ലി പഠിക്കാം. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും സ്മാർട്ട് സ്റ്റഡി പ്ലാൻ, ഒരു വിന്നർ സ്ട്രാറ്റജി, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതിന്റെ വെയിറ്റേജ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ടോപ്പിക് എല്ലാം ചേർന്നിട്ട് അതിന്റെ വീഡിയോസ് ഒരു സീരീസ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിനെയും നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുവെക്കാം. അതുമാത്രമല്ല ഇന്റർമീഡിയറ്റിന്റെ എല്ലാ സബ്ജക്റ്റിനെയും ഫുള്ളി റെക്കോർഡഡ് ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പർച്ചേസ് ചെയ്യാം. ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റിനെ താഴെ ഓടിപ്പോണ ഒരു നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. അത് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്തോളാം. എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു PDF-നകത്ത് ഏകദേശം 27+ ഇൻസ്ട്രക്ഷൻസ്, 27 ഇൻസ്ട്രക്ഷനും തുടക്കത്തിൽ ഒരു 5 എണ്ണവും അതുപോലെ പിന്നെ നമ്മുടെ ഈ പെർഫോമിങ് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ആ വീഡിയോയുടെ കാര്യം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞാൽ നിങ്ങൾ കണ്ടുവെക്കുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പേജ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും. സൈഡിൽ നൂല് കൊണ്ട് തച്ചു വെച്ചിരിക്കുന്ന, അതായത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പേപ്പറിന്റെ പേജസ് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് 24 പേജാണോ 16 പേജാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും പേജസ് ഉള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. ആ ബുക്ക്ലെറ്റിന്റെ ഫസ്റ്റ് പേജാണിത്. ഇതിൽ മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ എക്സാം വരെ എഴുതിയതുപോലെയല്ല ബുക്ക്ലെറ്റ്. ആ ബുക്ക്ലെറ്റിന് ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ നമ്പർ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. ശരി, നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഇവിടെ എന്തായാലും ഒരു നമ്പർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ PDF-ൽ അവർ തന്നിരിക്കുന്ന വളരെ ബ്ലർ ആയിട്ടുള്ള, വളരെ ലോ ക്വാളിറ്റി, വളരെ മോശമായിട്ടുള്ള ഒരു സ്ക്രീൻ ഷോട്ട്സ് ആണ്. ഇത് നമുക്ക് വായിച്ചു നോക്കാൻ പറ്റില്ല, ഭയങ്കര ബ്ലറി ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കിത് വായിക്കാൻ പറ്റുന്നത് വെച്ചിട്ട് പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെ എന്താണെന്ന് പറയാം. ഇവിടെ ഒരു ആൻസർ ഷീറ്റിന്റെ സീരിയൽ നമ്പറാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ പ്രിന്റഡ് ആയിരിക്കും. ഒരു 1 2 3 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന ആൻസർ ഷീറ്റിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. അത് ഇവിടെ പ്രിന്റഡ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യണം. ഓക്കെ, അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ 1 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കാം. ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം, ഒരു ബാർകോഡ്. ഇവിടെ ഒരു ബാർകോഡ് കണ്ടോ? ഈ ബാർകോഡ് പോലെ നിങ്ങളുടെ ഇൻവിജിലേറ്ററിലെ എക്സാമിനേഷൻ നോക്കാൻ വരുന്ന ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, ഒരു ബാർകോഡുള്ള സ്റ്റിക്കർ. ആ ബാർകോഡുള്ള സ്റ്റിക്കർ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കണം. നമ്മൾ ഒട്ടിക്കേണ്ട, അവർ തന്നെ ഒട്ടിച്ചു തരും. ഓക്കെ അല്ലേ? ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു ഇൻവിജിലേറ്റർ വന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ട് അവരൊരു ബാർകോഡ് ഇവിടെ ഒട്ടിച്ചു തരും. ഒട്ടിക്കാൻ മാത്രമല്ല, എന്നിട്ട് താഴെ വന്നിട്ട് ഇതാ ഇവിടെ ഇൻവിജിലേറ്റർ സൈനും ചെയ്യും. അപ്പൊ നിങ്ങൾ ഉറപ്പാക്കുക ഇൻവിജിലേറ്റർ ഇതാ ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുക, ബാർകോഡ് ഒട്ടിച്ച് തന്നിട്ടുണ്ടോ നോക്കുക. ഓക്കെ അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ആൻസർ ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുക. അല്ല ആദ്യമേ വന്നിട്ട് എനിക്ക് തന്ന ആൻസർ ഷീറ്റിൽ ബാർകോഡ് ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ ഫുൾ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് അവർ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ ചെയ്യും. നേരത്തെ അവിടെ ബാർകോഡ് ഒട്ടിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഒരു സൈൻ ചെയ്യണം. ഇവിടെ മൂന്നാമത്തെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നാണ് തോന്നുന്നു. അതെ, ഇവിടെ നിങ്ങളൊരു അടിപൊളി സൈനും ഇട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു സൈൻ ഈ പ്രോപ്പറായിട്ട് കോളത്തിൽ നിൽക്കുന്നത് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ വെണ്ടയ്ക്ക എക്സസൈസിൽ എഴുതി വെച്ചിട്ടുണ്ട് അവോയ്ഡ് റെഡ് പെൻ. നമ്മൾ ചില സാറുമാർ പറയില്ലേ, ഹൈലൈറ്റ് ചെയ്ത് ചില പോയിന്റ് എഴുതണമെങ്കിൽ അത് റെഡിൽ എഴുതുക.
അല്ലെങ്കിൽ അത് റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് പച്ച ഇങ്കും കൂടെ കൊണ്ടുപോകുക, പച്ച ഇങ്ങോട്ട് എഴുതുക. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പറയാം. യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ. നമ്മുടെ നോർമൽ ബോൾ പെൻ ഇല്ലേ, നമ്മുടെ നോർമൽ ഈ ബോൾ പെൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. ഇങ്ക് പെൻ യൂസ് ചെയ്യരുത്, കാരണം പടരും. ജെൽ പെൻ യൂസ് ചെയ്യരുത്, ചിലപ്പോൾ അതും ബാക്കിലത്തെ പേജിൽ പടരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോർമൽ ബോൾ പെൻ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ബോൾ പെൻ നിങ്ങൾ യൂസ് ചെയ്യാം. ശ്രദ്ധിക്കുക, പുതിയ പേന കൊണ്ടുപോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് ആ ഫ്രിക്ഷൻ ഒന്ന് കളഞ്ഞിട്ട് സ്മൂത്ത് ആക്കിയിട്ട് കൊണ്ടുപോകാം. റെഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്തോളാം. റെഡിങ്ങും കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എക്സാമിനേഷന്റെ ഡേറ്റ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് എക്സാം 10-ാം തീയതി അല്ലേ, നമുക്കിവിടെ എക്സാം ഡേറ്റ് 10 ഫില്ല് ചെയ്യാം. ഇവിടെ 1-0-10 പിന്നെ ഡിസംബർ 12 24 ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, മീഡിയം ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്താ, നമ്മളെല്ലാവരും ഇംഗ്ലീഷാണ്. ഇവിടെ ഇംഗ്ലീഷ് ഇതാ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. പിടിയോ? ചില ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, ഈ റൗണ്ടിന് കുറച്ചപ്പുറത്ത് ആ ബോർഡർ ലൈനിന്റെ തൊട്ട് ഇപ്പുറത്ത് കുറച്ചൊന്നും പോയി സാറേ, പ്രശ്നമാവോ? ഒരു പ്രശ്നമില്ല. അതുപോലെ ഇത് 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 റൗണ്ട് ചെയ്തപ്പോൾ അകത്ത് ഒരു ചെറിയൊരു ഡോട്ട് പെൻഡിങ് വെച്ച് പ്രശ്നമാവോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലരിങ്ങനെ കറുപ്പിച്ച് അവരെ കുഴിയാക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ചുമ്മാ ജസ്റ്റ് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിലൊന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, ചെയ്തേ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റോൾ നമ്പർ ഉണ്ടാവും, ഒരു സബ്ജക്ട് കോഡ് ഉണ്ടാവും. റോൾ നമ്പർ ഉണ്ടാവും, സബ്ജക്ട് കോഡ് ഉണ്ടാവും. ഈ സബ്ജക്ട് കോഡ് ഹോൾ ടിക്കറ്റിൽ നോക്കിയാൽ കിട്ടും. സപ്പോസ് ഇവിടെ സബ്ജക്ട് കോഡ് 07 എന്നാണെന്ന് വെച്ചോ, 07. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 07 എന്ന് ഇവിടെ എഴുതാൻ വേണം, 07 റൗണ്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് കിടക്കുന്ന 0 ആയിരിക്കും, 0 ഒന്ന് റൗണ്ട് ചെയ്തു. കണ്ടോ, നിങ്ങളുടെ കയ്യിലുള്ള പെൻ കൊണ്ട് റൗണ്ട് ചെയ്തു. 7 1 2 3 4 5 6 7 7 ഇതായിരിക്കും. 7 ഒന്ന് റൗണ്ട് ചെയ്തു. ഇങ്ങനെ വേണം ചെയ്യാൻ മക്കളെ. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. ആദ്യമായിട്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് തെറ്റുണ്ടാവും. എങ്ങനെ തെറ്റുണ്ടാവുന്ന അറിയോ? ഞാൻ ഒരിക്കലും എക്സാം എഴുതിയപ്പോൾ എനിക്ക് പറ്റിയ തെറ്റാണ്. സിമെഡ് എക്സാം അല്ല, എനിക്കൊന്ന് PSCയുടെ ഏതോ ഒരു എക്സാമിനേഷൻ്റെ ആദ്യത്തെ ആവേശത്തിൽ പോയി എഴുതിയപ്പോൾ പറ്റിയൊരു തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടായിരുന്നത് 07 എന്നാന്ന് വെച്ചു. ഇവിടെ 07 ആണ്, 07. ഞാൻ 07 മാർക്ക് ചെയ്യുന്നറിയോ, 0 ഇവിടെ മാർക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് 7 മാർക്ക് ചെയ്തു. ഇതൊരു വാല്യൂ ചെയ്യില്ല. പിടിക്കോ? അപ്പോൾ 07 മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ? 0 ഇവിടെയും 7 ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത്. എവിടെ? ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്ത് തെറ്റിക്കരുത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ഡേറ്റ് എഴുതണം. ഇത് എത്രാമത്തെ? 4-ാമത്തെ ഐറ്റം, 4 ഡേറ്റ്. ഇവിടെ മീഡിയം ബബിൾ ചെയ്യണം. മീഡിയം ഇംഗ്ലീഷ് ആണ്, ഇത് 5. അതുപോലെ ഇവിടെ 07, ഇത് 6. കഴിഞ്ഞില്ല. ഇവിടെ റോൾ നമ്പർ ഉണ്ട്. റോൾ നമ്പർ സപ്പോസ് 1 2 5 7 8 1 എന്നാണെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 3 4 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തോളാം. 7 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇങ്ങനെ ഇതൊന്ന് ബബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്പോട്ട് അങ്ങോട്ട് പോയി, ബോർഡർ ലൈൻ്റെ ഇപ്പുറത്തോട്ട് പോയി, ഒരു ചെറിയ ഡോട്ട് പെൻഡിങ് വന്ന് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങളങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി സപ്പോസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അവർ പുതിയ ഷീറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും തരും. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 1 മാർക്ക് ചെയ്തു, 2 ഇവിടെ തന്നെ മാർക്ക് ചെയ്താൽ ഇവരത് വാല്യൂ ചെയ്യില്ല. പിടിക്കോ? അപ്പോൾ പ്രോപ്പറായിട്ട് അവരുടെ ഇൻവിജിലേറ്ററിനെ അറിയിച്ചിട്ട് പുതിയ ഷീറ്റ് കിട്ടുമെങ്കിൽ ആ പുതിയ ഷീറ്റ് നിങ്ങൾ മേടിച്ചോളൂ. ഓക്കെ, തെറ്റിക്കില്ല മക്കളെ. തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നവും, പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിക്കോളൂ. അതുകൊണ്ട് തെറ്റിക്കരുത്. ശരി, ഇനി തൊട്ട് താഴെ നിങ്ങളുടെ റോൾ നമ്പർ വേർഡ്സിൽ എഴുതാം. റോൾ നമ്പർ വേർഡ്സ് ഇവിടെ എത്രയാ? 1 2 5 7 8 1 എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് 1 ONE 1 2 TWO 2 ഇങ്ങനെ വേർഡ്സിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. സിമ്പിൾ ആണ്. ഇനി ഗ്രൂപ്പ് ഫൈനൽ ആണെങ്കിൽ ഗ്രൂപ്പ് 4 5, ഇനി ഇന്റർ ആണെങ്കിൽ 1 2 നിങ്ങൾ മാർക്ക് ചെയ്യുക. 1 ആണെങ്കിൽ ഗ്രൂപ്പ് 1 ആണെങ്കിൽ 1 എന്ന് മാർക്ക് ചെയ്യുക, 2 ആണെങ്കിൽ 2 എന്ന് മാർക്ക് ചെയ്യുക. സബ്ജക്ട് നെയിം സപ്പോസ് നമ്മൾ എഴുതാൻ പോണ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളൊന്ന് എഴുതിക്കോളാം. ഇനി ഇവിടെ കിടക്കുന്ന അഡീഷണൽ ഷീറ്റിന്റെ എണ്ണങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഇൻസ്ട്രക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എക്സാമിന് എത്ര അഡീഷണൽ ഷീറ്റ് വേണമെങ്കിലും തരും. ഞാൻ പറഞ്ഞില്ലേ, 16 24 പേജാണ് നമ്മുടെ ബുക്ക്ലെറ്റ്. അത് കഴിഞ്ഞാലും എത്ര അഡീഷണൽ ഷീറ്റ് വേണമെങ്കിലും തരും. ഓരോ ആൻസർ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ഒരു പേജിൽ എഴുതാം. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു, എന്നാലും ഒരു പ്രാവശ്യം കൂടെ പറയാം. ഈ ബുക്ക്ലെറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ മാർജിൻ ഇട്ടിട്ട് അവിടെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ബുക്ക്ലെറ്റിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ എഴുതാം. ഇപ്പോൾ സപ്പോസ് ആൻസർ 5A ആണ്. ആ ടോപ്പിൽ 5A ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ 5A എന്ന് എഴുതാം. 5Aയുടെ ആൻസർ മാത്രം എഴുതും. 1 പേജ് 2 പേജ് 3 പേജ്. 4-ാമത്തെ പേജിൽ 2 ലൈനേ ഉള്ളൂ. ശരി, 4-ാമത്തെ പേജിൽ 2 ലൈൻ എഴുതിയാൽ മതി. 5-ാമത്തെ പേജ് നെക്സ്റ്റ് പേജിലാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. പിടിയോ? അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ആൻസർ ഷീറ്റ് വേണമെങ്കിലും തരും, എത്ര അഡീഷണൽ പേപ്പേഴ്സ് വേണമെങ്കിലും തരും. അവസാനം നിങ്ങൾ ആ അഡീഷണൽ പേപ്പറിന്റെ എണ്ണം എത്രയാണെന്ന് ഇവിടെ, ഇപ്പോൾ 5 അഡീഷണൽ ഷീറ്റ് മേടിച്ചെങ്കിൽ ഇവിടെ 5 എന്ന് എഴുതിയേക്കും. പിടിയോ? അതാണെന്ന് തോന്നുന്നു, നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റ്സ് എന്നാന്ന് തോന്നുന്നു. അത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തോളാം. ഇത്രയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ്. കഴിഞ്ഞില്ല മക്കളെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എക്സാമിനേഷൻ വരെ
അതായത് ലാസ്റ്റ് നടന്ന എക്സാമിനേഷൻ വരെ MCQ നമ്മൾ കൈകൊണ്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കൈകൊണ്ട് തന്നെ എഴുതേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം മുതൽ MCQ OMR ഷീറ്റിൽ ബബിൾ ചെയ്താൽ മതി. OMR ഷീറ്റിൽ ബബിൾ ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ 1 മുതൽ തുടങ്ങി ക്വസ്റ്റ്യൻ 15 വരെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇവിടെ കൊണ്ടൊരു ക്ലാരിറ്റി കിട്ടി. എന്താ, നമുക്കറിയാം MCQ 2 മാർക്കിന്. ആ 2 മാർക്കിനുള്ള MCQന് നിങ്ങൾ ആൻസറും എഴുതണം. ചില ഫാക്കൽറ്റി പറയും അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനും എഴുതണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A എന്ന് എഴുതി ആ വേർഡ് എന്താണെന്ന് എഴുതി അതുകൂടെ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എഴുതണം എന്ന് കൂടി പറയും. ട്രൂ ഓർ ഫോൾസ് ആണ്, നിങ്ങൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആൻസർ പ്രോപ്പറായിട്ട് എഴുതി പിന്നെ ജസ്റ്റിഫിക്കേഷൻ എഴുതാൻ പറയും. അതൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ക്വസ്റ്റിനും ഇവിടുന്ന് ബബിൾ ചെയ്താൽ മതി. ഇന്റർനും ഫൈനലിനും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ D ആണ്. ചെയ്യേണ്ട കാര്യം ഇവിടെ ജസ്റ്റ് D ഒന്നിങ്ങനെ ബബിൾ ചെയ്താൽ മതി. പരിപാടി കഴിഞ്ഞു. ശരി, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. ഇവിടെ B ഒന്ന് ബബിൾ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും ആണ് ഡിസഡ്വാൻറ്റേജും ആണ്. ഒന്നാമത്തെ കാര്യം ജസ്റ്റിഫിക്കേഷൻ എഴുതേണ്ട, സമയം വേസ്റ്റ് ചെയ്യണ്ട. രണ്ടാമത്തെ കാര്യം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാനുള്ള സംവിധാനം ഇല്ല. പിന്നെ പിടിക്കോ, ഇപ്പം നിങ്ങൾ ഒരു കൺഫ്യൂഷനാണ്. 5ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ A ആണോ അതോ D, നൺ ഓഫ് ദ എബോവ് ആണോ? സപ്പോസ് നിങ്ങൾ D എന്ന് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി D അല്ലായിരുന്നു A ആയിരുന്നു. പിന്നെ A മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരേ ക്വസ്റ്റിനകത്ത് 2 പ്രാവശ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൗണ്ട് ചെയ്യില്ല. 0 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ. അതുകൊണ്ട് അറിയാമെങ്കിൽ കൺഫേം ആണെങ്കിൽ മാത്രം മാർക്ക് ചെയ്തോളാം. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് എഴുതി, ഇപ്പം നടുക്ക് നമുക്കിത് അപ്പോൾ ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, അത് പെൻഡിങ് വെച്ചു. അവസാനം മാത്രം നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇപ്പോൾ B ആണോ D ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ B ഓർ D ലാസ്റ്റ് റൗണ്ടിൽ മാത്രം ഒന്ന് ടിക്ക് ഇടാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ടിക്ക് ഇട്ടിട്ട് പിന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയിട്ട് വൈനർ അടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റ ചാൻസേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം എഴുതാൻ പറ്റും. 2 മാർക്ക് കിട്ടുകയും ചെയ്യും, അതുപോലെ തെറ്റാണെങ്കിൽ 2 മാർക്ക് പോവുകയും ചെയ്യും. നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലേ. ഇതാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. നല്ല ചേഞ്ചാണ്. 15 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് 15 ക്വസ്റ്റ്യൻസ് നമുക്ക് വിത്തിൻ ദ സ്പാൻ ഓഫ് ടൈം പട്ടേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെങ്കിൽ ചെയ്യാൻ പറ്റും. പിടിക്കോ, ഇത് നിങ്ങൾ തെറ്റിക്കരുത് മക്കളെ. ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി ഒന്നും കൂടി മൊത്തത്തിൽ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ഈ വരുന്ന എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോണത് 10ാം തീയതിയാണ്. 10 മുതൽ 17 വരെ. ഫൈനലിൻ്റെ എക്സാമിനേഷൻ രാവിലെയാണ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇന്ററിൻ്റെ എക്സാമിനേഷൻ ഉച്ചയ്ക്കാണ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ശരി, ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അതുകൊണ്ട് രാവിലത്തെ എക്സാം 10 മണിയാണെങ്കിൽ 10 അല്ല 9:45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. 9:45 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെങ്കിൽ അതിനേക്കാളും 15 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ 5 മിനിറ്റ് മുന്നേ ആൻസർ ഷീറ്റ് കിട്ടി, ഈ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും ഒപ്പിടാനും ഒക്കെ. അതുകൊണ്ട് മിനിമം 10 മണിക്കുള്ള എക്സാമിനേഷന് നിങ്ങളൊരു 9:30 എല്ലാ കാര്യങ്ങളും പെന്ന്, പെൻസിൽ, ഷാർപ്നർ, എറൈസർ, വേണ്ട ഐറ്റംസ്, കാൽക്കുലേറ്റർ ഉൾപ്പെടെ, അഡ്മിറ്റ് കാർഡും ഒരു ID കാർഡും ഉൾപ്പെടെ, വെള്ളവും പേനയും ബാക്കി പരിപാടികളെല്ലാം ചേർന്നുകൊണ്ട് ബാഗും പുറത്ത് വെച്ച് എക്സാം ഹാളിൽ കയറിയിരിക്കണം. രാവിലെ ആണെങ്കിൽ 10 മണിക്കുള്ള എക്സാമിന് 9:30 നിങ്ങൾ ഹാളിൽ പ്രോപ്പർ സീറ്റിൽ ചെന്നിരിക്കണം. ഇനി ഉച്ചയ്ക്ക് ഫൈനൽ ഇന്റർനെറ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ 2 മണിക്കാണ് എക്സാം. 2 മണിയല്ല 1:30 ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടെ നിങ്ങൾ ഹാളിൽ കയറണം. 1:30 കയറി ആൻസർ ഷീറ്റ് കിട്ടി, അതെല്ലാം ഫില്ല് ചെയ്തു, നിങ്ങളുടെ ഇൻവിജിലേറ്ററിനെ കൊണ്ട് സൈൻ ചെയ്തു, സ്റ്റിക്കർ ഒട്ടിച്ച് മേടിച്ചു, എല്ലാം ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്കത് എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഏതാണ് ആൻസർ എന്ന് ഫിക്സ് ചെയ്യുക. ഇനി 5 ക്വസ്റ്റ്യൻ തരും, അതിൽ 3 എഴുതിയാൽ മതി. അപ്പോൾ അതിൽ ഏതാണ് 3 നിങ്ങൾ എഴുതാൻ പോകണമെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ നിങ്ങൾ ആ ഒരു 15 മിനിറ്റിൽ എടുത്തോളാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അഡീഷണൽ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഷീറ്റ് എത്ര വാങ്ങിയെന്ന് ഇവിടെ നോക്കിക്കോളുക. ബാക്കി മൊത്തത്തിലൊന്ന് ഓവറോൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യാൻ ഏതെങ്കിലും വിട്ടുപോയോ എന്നൊക്കെ നോക്കുക. മക്കൾ മറന്നു പോകരുത്. എന്നാലും ഞാൻ പറയാം, ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ട് എനിക്ക് എല്ലാ പ്രാവശ്യം മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. 3 മണിക്കൂറാണ്. നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. പ്രസൻറ്റേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നീറ്റായിട്ട് എഴുതുക, നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുക, നല്ല ലാംഗ്വേജിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ 10 പ്ലസ് 1 ഒക്കെ നല്ല രീതിയിൽ പാസ്സായി, ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ചെയ്തു, സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ജോലി ചെയ്ത് ട്രെയിനിങ് ചെയ്യാനുള്ള മനസ്സെടുത്തിട്ട് നിങ്ങൾ ആ ഒരു ധൈര്യം കാണിച്ച് CMAയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ്സാവാനായിട്ട് പറ്റും. ഗിവ് അപ്പ് ചെയ്യരുത്. 3 മണിക്കൂർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഹാർഡ്ലി ഒരു 7 days ആണുള്ളത്. നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. അത്രേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ എക്സാം എഴുതാൻ പോണ എല്ലാ കൂട്ടുകാർക്കും, ശത്രുക്കൾക്കും, മിത്രങ്ങൾക്കും, കൂട്ടുകാർക്കും, പിണങ്ങിയിരിക്കുന്നവർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്തു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.